എല്ലാ ജൂതന്മാരെയും ഇസ്ലാമിന്റെ വിരോധികൾ എന്ന് പറയരുത്. എത്രയോ ജൂതന്മാർ ഫലസ്തീനു വേണ്ടി ഇപ്പോഴും അവർ സമരം ചെയ്യുകയാണ്. ഫലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്രയേലിലെ എം പി പോലും, ഇസ്രയേലിന്റെ വ്യക്തി, ഇസ്രയേലിന്റെ സന്താനം, ജൂതന്റെ സന്താനം പോലും ഇത് കാണിക്കുന്നത് നിങ്ങൾ അക്രമമാണെന്ന് അദ്ദേഹത്തിനെങ്കിലും പറയാൻ ഒരു ചങ്കൂറ്റം അല്ലാഹു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ രണ്ടര. നമ്മളിപ്പോ എല്ലാ ഹിന്ദുക്കളെയും നമുക്ക് കുറ്റം പറയാൻ പാടുണ്ടോ? മുസ്ലിമീങ്ങളുടെ എല്ലാ ഹിന്ദുക്കളെയും നമുക്ക് ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് വെറുപ്പുള്ളവരല്ല. എത്രയോ നല്ല മനുഷ്യർ, മഹാമനുഷ്യർ, ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ഒരുപക്ഷെ മുസൽമാനോട് സ്നേഹവും ആദരവും പുലർത്തുന്നവരായിരിക്കും. അവരിലൊരു ന്യൂനപക്ഷമാണ് ഫാസിസ്റ്റുകൾ. അതേപോലെ ഒരു ജൂതന്മാരിലെ സൈനിസ്റ്റുകളാണ് പരിശുദ്ധമായ ശരീഅത്തിനെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ കൊടുമ്പിരി കൊള്ളുന്നത്. അതിനുള്ള ആയുധങ്ങളാണ് അവർ പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊല്ലുക എന്നുള്ളത്. അവരുടെ ലക്ഷ്യം അതാണ്, അവരുടെ തത്വം അതാണ്. ഭാവിയിൽ ഈ കുഞ്ഞ് വളർന്നു വരാൻ പാടില്ല. അതാണ് അവർ കുഞ്ഞുമക്കളെ 1550ഓളം കുഞ്ഞുമക്കളെ ഒരു ദയയില്ലാതെ, ദയയുടെ കണിക പോലും ഇല്ലാതെ അവർ കൊന്നൊടുക്കണമെങ്കിൽ ഏത് മതത്തിന്റെ വ്യക്തികളാണ്, ലോകത്ത് ഏത് മതമാണ് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ പറയുന്ന മതം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും യുദ്ധമര്യാദയിൽ സഹാബാക്കളോട് പ്രത്യേകമായി അണികളോട് നൽകിയ താക്കീതാണ്, കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത്, വൃദ്ധകളെ തൊട്ടുപോകരുത്, സ്ത്രീകളെ തൊട്ടുപോകരുത്. പരിശുദ്ധ പ്രവാചകന്റെ പ്രത്യേകമായ ഇടപെടലുകളായിരുന്നു. അതുകൊണ്ട് അവർ അന്നും സൂക്ഷിച്ചിരുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ സത്യവിശ്വാസികൾ അതിനെ അവർ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവർ എത്തിക്കുന്നു. പക്ഷേ ജൂതരാഷ്ട്രമോ ജൂതായിസമോ അങ്ങനെയായിരുന്നില്ല. അവർ കുഞ്ഞുമക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്നിട്ട് പറയും അത് മറ്റുള്ളവരാണ് അവരെ കൊന്നുകളഞ്ഞത്. എന്താണ് അർത്ഥം? ഭാവിയിൽ ഇവർ വളർന്നു വരാൻ പാടില്ല. ഭാവിയിൽ ഇവർ വളർന്നു വരാൻ പാടില്ല. ഇവരാണ് ഇനി ഭാവിയിൽ വളർന്നു വരുന്നതെങ്കിൽ ഇസ്രയേലിനെ പിടിച്ചടക്കാൻ ഇവരെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഓരോ കുഞ്ഞുമക്കൾക്ക് പോലും പരിശുദ്ധമായ ഷഹാദത്ത് എന്തെന്ന് മനസ്സിലായി. നമ്മുടെ മക്കൾക്ക് അത് അറിയില്ല, നമ്മുടെ മക്കൾക്ക് യുവാക്കൾക്ക് അറിയില്ല, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കറിയില്ല എന്താണ് ധർമ്മസമരം. അതിൽ ഷഹീദായാൽ, വീരമൃത്യു വരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമ്മുടെ സമുദായത്തിന് അറിയില്ല. എന്നാൽ ഫലസ്തീനിലെ കുഞ്ഞുമോൾ, 3 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുമോൾ, അവർ കളിപ്രായം കഴിയാതെ പറക്കമുറ്റാത്ത കുഞ്ഞുമകൾ, അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ട എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് എഴുത്തെഴുതി വെച്ചു, ഇത് ഞാൻ മരിച്ചു പോകും, ഷഹീദാവും, ഇത് മറ്റുള്ള കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ കൊടുക്കണേ, അവർ സന്തോഷിക്കട്ടെ. ആ കുഞ്ഞുമക്കൾ പോലും ഷഹീദാവാൻ തയ്യാറാണ്. ഷഹീദിന്റെ മഹത്വം അത്രയും വലുതാണ്, ചെറിയ കാര്യമല്ലാതെ. നമുക്കൊരു പക്ഷെ വലിയ വിഷമം ഉണ്ടായേക്കാം. കുഞ്ഞുമക്കളുടെ മയ്യത്തുകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോ ഒരു കുഞ്ഞിനെ എടുത്ത് ആ മയ്യത്ത്, സുബ്ഹാനല്ലാഹ്, മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ല, കാലിന്റെ ഭാഗത്ത് സോക്സ് ഇട്ടിട്ട് അത് മറച്ചിട്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആശുപത്രിയുടെ വരാന്തയില് പൊട്ടിക്കരയുന്ന ആ ഉമ്മയുടെ ദയനീയമായ രംഗം നമുക്ക് വേദനയുണ്ടാക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇതേപോലെ കുഞ്ഞുമക്കൾ മരണപ്പെട്ട സഹാബത്ത് വനിതകൾ വന്നപ്പോ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്ത പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമകളാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ. അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഷഹീദായത് കൊണ്ടോ, അവരിങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കൊണ്ടോ അവർ നേരെ പോകുന്നത്, ആദ്യത്തെ ഒരു തുള്ളി രക്തം വീഴുന്നതോടുകൂടി അവരുടെ ആ വേദന അല്ലാഹു എടുത്തു മാറ്റിയിട്ട് നേരെ അവർ സ്വർഗത്തിലേക്ക്, അവർ എക്കാലവും കാലാകാലവും സുഖലോലുപരായി അള്ളാഹുവിന്റെ ദർബാറിൽ അവർ കളിച്ച് ചിരിച്ച് നടക്കുന്ന ആ ഒരു സന്തോഷത്തിന്റെ കൊട്ടാരത്തിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ടുപോവുകയാണ്. നമുക്ക് കാണുമ്പോൾ ഒരു വിഷമമുണ്ടാവും, നമുക്കൊരു വിഷമമുണ്ടാവും. അതുകൊണ്ടാണല്ലോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നു, ഒരു സ്വഹാബത്ത് വനിത കടന്നു വരുന്നു. അവളുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാ സബിയ്യൻ, ഒരു കൊച്ചു മോളുമായിട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് സംഭവം? എനിക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു, എന്റെ 3 മക്കളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. എനിക്കിനി എന്റെ കയ്യിലുള്ള ഈ ഒരു കുഞ്ഞു മോള് മാത്രമാണ്, എന്റെ ഈ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അദഫൻതി സലാസ, 3 മക്കൾക്ക്, 3 മക്കളെ നീ മറവാടിയോ, നീ കബറടക്കിയോ? 3 മക്കൾക്ക് 3 മക്കളെ നീ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്ത് വനിതയോട് ചോദിച്ചപ്പോ ഖാലത്ത് നഅം,
യാ റസൂലല്ലാഹ്, അതേ എന്റെ 3 മക്കളും പൈതലായിരിക്കുമ്പോ പറക്കമുറ്റാത്ത കുഞ്ഞുമക്കൾ എന്നിൽ നിന്ന് വിട പറഞ്ഞു പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ലഖദ് ഇഹ്തളർതി ബിഹിലാരിൻ ശദീദിൻ മിനന്നാർ. നരകത്തിൽ ഒരു വലിയ മതിൽക്കെട്ട് നീ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് നീ പോകൂല എന്ന് പറഞ്ഞാൽ ഈ 3 കുഞ്ഞു മക്കളുടെ പേരിൽ നിനക്ക് ഒരിക്കലും നരകം അള്ളാഹു നൽകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദഫന സലാസതൻ, 3 മക്കളെ ആരെങ്കിലും ഖബറടക്കിയാൽ ഹറമല്ലാഹു അലൈഹിം അന്നാർ, അവരുടെ മേൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകം നിഷിദ്ധമാക്കി, ഹറാമാക്കി എന്ന് നബിയുനാ ഷഫീഉന റസൂലുള്ളാഹി. അങ്ങനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഫലസ്തീനിലെ മാതാപിതാക്കൾക്ക് നരകമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആലോചിച്ചു നോക്കി. ഒരുപക്ഷെ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനായിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ ഫലസ്തീനിലെ മക്കൾ ചിലപ്പോൾ ചിലപ്പോ അവര് ഭൗതികമായ രസാനുഭൂതികളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കാം. അവിടുത്തെ സ്ത്രീകളാകാം, പുരുഷന്മാരാകാം. എല്ലാവരും ഇപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. എല്ലാവരും ഇപ്പൊ പക്കാ ദീനിയായിട്ടുള്ള ജീവിതമൊന്നും ആയിരിക്കൂല. പക്ഷെ ഇവരുടെ ആ തെറ്റുകൾ, അവർ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ പേരിൽ, അവരുടെ മേലേക്ക് പതിക്കുന്ന മിസൈലിന്റെ പേരിൽ അവര് പിടഞ്ഞു വീണ് ആ മുബാറക്കായ മണ്ണിൽ അവർ മരണപ്പെടുന്നതിന് മുമ്പ് ഒരൊറ്റ തുള്ളി രക്തം ആ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് വീഴുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹു മാറ്റിമറിക്കുകയാണ്, ഡിലീറ്റ് ചെയ്യാണ്. പിന്നീട് അല്ലാഹു അവർക്ക് ഉയർന്ന ദർജയാണ് കൊടുക്കുന്നത്. അതാരും അതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം ഇൻ തകൂനു തഅലമൂൻ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹ് മാ ലാ യർജൂൻ. ജൂതന്മാർ ഒരിക്കലും ആഖിറത്തിൽ ഒന്നും ആഗ്രഹിക്കാൻ അവർക്കില്ല. അവർക്കൊന്നും അവിടെ കിട്ടാനൊന്നുമില്ല. അവർക്ക് നാളെ അവർക്ക് നരകമാണ്, അവർക്ക് നാശമാണ്. അവർ ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ച് ചാവുന്നതോടുകൂടി അവരുടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി ആഖിറത്തിൽ പ്രതീക്ഷിക്കാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളൊന്ന് മരിച്ചു വീണാൽ മാത്രം മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ആത്മാവിനെ ആ സ്വർഗലോകത്തിന്റെ പച്ച തട്ടുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ച പറവകളെ പോലെ, പട്ടുടയാടുകൾ ധരിപ്പിച്ചുകൊണ്ട് പാറിപ്പറക്കുന്ന പക്ഷിപ്പറവാദികളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വതർജൂന മിനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാ ലാ യർജൂൻ, അവർ ആഗ്രഹിക്കാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. വലാ തഹിനു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഈ മക്കൾ, മരണപ്പെട്ടു പോയ മക്കൾ, നമ്മൾക്കറിയാം, എന്നും പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. 15 വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കിട്ടാൻ വേണ്ടി കൊതിയൂറുന്ന എത്രയോ ദമ്പതികളുണ്ട്. ദുആ ചെയ്ത് അങ്ങനെ 14-15 വർഷത്തിന് ശേഷം 4 കുരുന്നു മക്കളെ അല്ലാഹു തആല നൽകി. ആ 4നെയും ഒരുമിച്ചെടുത്തു. ഒരു ഉമ്മയുടെ ഒക്കത്തിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മയും മകളെയും കുഞ്ഞിനെയും അല്ലാഹു എടുത്തു. ഇങ്ങനെ എത്രയെത്ര സംഭവം നമ്മൾ കാണുന്നു. നമ്മൾ ആലോചിച്ചു നോക്കണം. ആ 4 കുരുന്നുകളുടെയും മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. അവർ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. ഏറ്റവും വലിയ ഒരു ദുരന്തം, 7 ദിവസം പ്രായമായ ന്യൂ ബോൺ ബേബി അടക്കം ഷഹീദാക്കപ്പെട്ടു. 7 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ കുഞ്ഞുമക്കൾ മരണപ്പെട്ടത് കൊണ്ട്, ഷഹീദാക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സമാധാനം തരികയാണ്. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിന്റെ മക്കൾ, നമ്മൾ സമാധാനം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. പടച്ചവനെ, നമ്മുടെ മക്കൾ മരിച്ചാൽ, അല്ലാതെ ഒരു മകൻ മരിച്ചു അതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാനാണ്? മരണപ്പെട്ടാൽ എന്തായിരിക്കും നമുക്ക് പിന്നീട് അതിനുശേഷം ഉണ്ടാവുക? ആ ഒരു സന്തോഷ വാർത്തയല്ലേ നമുക്ക് വേണ്ടത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്തിൽ, ജീവിതത്തിൽ 6 മക്കളും മരണപ്പെട്ടു പോയി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാത്രമായിരുന്നു നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അള്ളാന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന്റെ 6 മാസത്തിന് ശേഷം ഫാത്തിമ ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞു പൈതലുകൾ, കുഞ്ഞുമക്കളാണ് അബ്ദുള്ള, ഇബ്രാഹിം, ഖാസിം. ഇവരായിരുന്നു ചെറുപ്പത്തിലെ 17 മാസം, 10 മാസം, 9 മാസം ഒക്കെ ആയപ്പോ ആ കുഞ്ഞു പൈതൽ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് വഫാത്താകുമ്പോൾ ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാന്റെ റസൂൽ കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ഈറനണിയുകയാണ്. സഹാബത്ത് പോലും ചോദിച്ചു, നബിയെ അങ്ങ് കരയുകയാണോ എന്ന് ചോദിച്ചപ്പോ ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് സഹാബാക്കളെ എന്ന് പറഞ്ഞ് നബിയുടെ റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളെ സമാശ്വസിപ്പിച്ചെങ്കിൽ എത്രയെത്ര ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ മരിച്ചു കിടക്കുമ്പോ ഓർക്കണം, നാളെ ഹബീബായ തങ്ങളുടെ കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക ജീവിതത്തിൽ എല്ലാ മേഖലകളിലുമുണ്ട്. 3 ആൺ പൈതലാണ്, ആൺ കുഞ്ഞുങ്ങളാണ് വഫാത്തായി പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ എനിക്ക് കരയാൻ അള്ളാഹു ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിങ്ങിപ്പൊട്ടിക്കരയുന്നത് എന്റെ മകൻ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പേരിലായിരിക്കും. പക്ഷെ അള്ളാഹു റസൂൽ അത് പിടിച്ചു നിർത്തി. ഫലസ്തീനിന്റെ മക്കൾ കരഞ്ഞതിന്റെ പേരിൽ, മക്കളെ വിട്ടുപോയതിന്റെ പേരിൽ ഒരിക്കലും പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയും നമ്മൾ കാണുന്നില്ല. സാധാരണ അവർ കരയുന്നു. കാരണം അവർക്കറിയാം ഇതിന്റെ ഗുണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും. ഈ കുഞ്ഞ് പൈതൽ പോയി സ്വർഗത്തിൽ ഒരു വീട്, ഫലസ്തീനിലെ വീടില്ലാത്ത മക്കൾക്ക് വീടുണ്ടാക്കി വെക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ വിശ്വാസം, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം അതാണ്. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ അർളിൽ ഖലായിഖി ഫീ മൗഖിഫിൽ ഖിയാമ. ഖിയാമത്തിന്റെ നാളിൽ എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട് നേരത്തെ മരണപ്പെട്ടു പോയ, ഷഹീദാക്കപ്പെട്ടു പോയ കുഞ്ഞുമക്കളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്നുള്ള വിളിയാളമുണ്ടാകും, ഇദ്ഹബൂ ബിഹാഉലാഇ ഇലൽ ജന്ന. ഈ നിൽക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ, നേരത്തെ മരണപ്പെട്ടു പോയ, ഷഹീദാക്കപ്പെട്ടു പോയ, വീരമൃത്യു മരിച്ചുപോയ കുഞ്ഞുമക്കൾ, ന്യൂ ബോൺ ബേബി അടക്കം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആൺപെണ്ണടക്കമുള്ള കുഞ്ഞുമക്കളെ എല്ലാവരെയും നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അങ്ങനെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ അള്ളാഹു പെട്ടെന്ന് ഇടപെടുകയാണ്. മലക്കുകളെ, ഇദ്ഹബൂ ബിഹാഉലാഇ ഇലൽ ജന്ന. ഈ മക്കളെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളോട് പറയും, മക്കളെ, മർഹബൻ ബിദുറാറിൽ മുസ്ലിമീൻ, മർഹബൻ ബിദുറാറിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ പുഷ്പങ്ങളെ, മുസ്ലിമീങ്ങളുടെ മാണിക്യമേ, മുസ്ലിമീങ്ങളുടെ പരവതാനികളെ, മുസ്ലിമീങ്ങളുടെ പവിഴമേ, മുത്തുകളെ, നിങ്ങൾക്ക് സന്തോഷം, സ്വാഗതം, വരൂ സ്വർഗത്തിലേക്ക്. ഫയഖിഫൂന അലാ ബാബിൽ ജന്ന. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് അവരെല്ലാവരും വന്നു നിൽക്കും. സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുമ്പോ മലക്കുകൾ പറയും, ആശംസകൾ അറിയിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് ആ കുരുന്നു മക്കളെ അങ്ങോട്ടേക്ക് കയറാൻ അള്ളാഹുവിന്റെ ഓർഡർ. അവരെ കയറ്റിവിടും. ഒരുമിച്ച് കൂടി നിന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ചോദിക്കുകയാണ്, ഐന ആബാഉനാ വ ഉമ്മഹാതുനാ. എവിടെ ഞങ്ങളുടെ ഉപ്പമാർ, എവിടെ ഞങ്ങളുടെ ഉമ്മമാർ? ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഞങ്ങളെ മാത്രം തനിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടാമെന്നാണോ നിങ്ങളുടെ തീരുമാനം? ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ഞങ്ങളുടെ മാതാക്കളും പിതാക്കളും ഇല്ലാതെ ഈ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് ആ കുരുന്നു മക്കൾ അട്ടഹസിച്ച് നിലവിളിക്കുമത്രേ, തന്റെ ഉപ്പ ഉമ്മമാരെവിടെ? ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുകയാണ്, പടച്ചവൻ ഇടപെടുകയാണ്. മലക്കുകളെ, എവിടെ, എന്താ ഈ ഒരു ശബ്ദം, ഒരു അപശബ്ദം? കുഞ്ഞുമക്കളുടെ, കുരുന്നുമക്കളുടെ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താ അത് കാരണം? എവിടെയാണത്? ഉടനെ യഖൂലൂന, അൽ മലായികത്തുകൾ പറയും, റബ്ബനാ അത്ഫാലുൽ മുസ്ലിമൂൻ, അത്ഫാലുൽ മുസ്ലിമീൻ വഹും യഖൂലൂൻ ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. മുസ്ലിമീങ്ങളുടെ കുഞ്ഞുമക്കളാൻ, കുരുന്നുകളാൻ, ചെറുപ്പത്തിലെ, ശൈശവത്തിലെ, ബാല്യത്തിലെ, കൗമാരത്തിലെ
ദുനിയാവിൽ തന്റെ ഉമ്മയെയും ഉപ്പയെയും വിട്ടുപിരിഞ്ഞു വന്നവരാണ്. അവർ നിലവിളിക്കുകയാണ്, ഈ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവർ നിലവിളിക്കുകയാണ്, മാതാപിതാക്കളില്ലാതെ, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് വാശി പിടിച്ചവർ കരയുകയാണ് എന്ന് മലക്കുകൾ അല്ലാഹുവോട് അറിയിക്കുമ്പോ, മലക്കുകളെ തഖല്ലലു അൽ ജുമഅ, അവരെ വിട്ടുകൊടു, അവരുടെ ഇടയിലേക്ക് പോകട്ടെ, അവരുടെ ഇടയിലേക്ക് അവരെ വിട്ടിട്, വാപ്പയുടെയും ഉമ്മയുടെയും അരികിലേക്ക് അവരെ പറഞ്ഞുവിട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ വരുന്നതിന് മുമ്പ് ഈ മക്കളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി മാലാഖമാര് കിടന്നു പരിശ്രമിക്കും, നടക്കൂല. മാലാഖമാര് വന്നിട്ട് പറയും, മക്കളെ ഇന്നഹും ലൈസു മിസ്ലക്, നിങ്ങളെ പോലെയല്ല നിങ്ങളുടെ വാപ്പായും ഉമ്മയും, അവർ തെറ്റ് ചെയ്തവരാണ്, അവർ പാപം ചെയ്തവരാണ്. വഹും യുഹാസബൂന വയുതാലബൂന, അവർക്ക് ഒരുപാട് തെറ്റുകൾ ഉള്ളതിന്റെ പേരിൽ അവർ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വിചാരണയുണ്ട്, അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അരികിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നിങ്ങളിപ്പോ സ്വർഗത്തിൽ പോയിക്കൊന്ന് പറയുമ്പോ, ഇല്ല, ഞങ്ങൾ ഒരിക്കലും പോകില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും കാണാതെ ഈ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ചവിട്ടൂല എന്ന് ബഹുമാനപ്പെട്ട കുരുന്നു മക്കൾ പറയുമ്പോ അള്ളാഹു ഇടപെടുമേ മലക്കുകളെ. ആ ഹിസാബിന് നേതൃത്വം, ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി സൂര്യന്റെ താഴെ നിൽക്കുന്ന ആ കുരുന്നു മക്കളുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് ഈ മക്കളെ ചേർത്തുകൊണ്ട് ആ മക്കൾ, ആ കുഞ്ഞുങ്ങൾ ആ മാതാവിന്റെയും പിതാവിന്റെയും കൈക്ക് പിടിച്ചിട്ട് നേരെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. അവരുടെ വിഷയത്തിൽ ഇനി നിങ്ങൾ ഇടപെടണ്ട, അവർക്ക് ഹിസാബുമില്ല, അവർക്ക് വിചാരണയുമില്ല, അവർക്ക് ഇനി ഒരു ശിക്ഷയുമില്ല. അവരുടെ ഏറ്റവും വലിയ ശിക്ഷ ദുനിയാവിൽ തന്റെ കുഞ്ഞുമക്കളെ വേർപെട്ടതിന്റെ ദുഃഖം അടക്കാനാവാത്ത ആ വേദനയായിരുന്നു, പ്രയാസമായിരുന്നു. അങ്ങനെ ആ മക്കളുടെ ശഫാഅത്ത് കൊണ്ട് ഈ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ ഇവനെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇവനെ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സഖത ലയജുറു ഉമ്മഹു കമാ ആഖുദു സിയാബക്. ഒരാള്, എന്റെ കുഞ്ഞ് മരിച്ചുപോയി നബിയെ, ആകെ ഒരു മോളയില്ലായിരുന്നു, മരണപ്പെട്ടു പോയി, നീ വിഷമിക്കണ്ട. അള്ളാന്റെ റസൂല് അദ്ദേഹത്തിന്റെ മുണ്ടിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഈ കുഞ്ഞുങ്ങൾ നാളെ നിന്നെ സ്വർഗത്തിലേക്ക്, അവരുടെ വീട്ടിലേക്ക് നിന്റെ വസ്ത്രം പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സ്വർഗത്തിൽ കയറ്റും. അതല്ലേ നിനക്ക് ഏറ്റവും നല്ലത്. അതിന്റെ പേരിൽ നീ ദുഃഖിക്കണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് വിഷമം പ്രയാസം, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്കറിയാം, മുൻ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അറിയാം. അവർ ഈ വേദന അനുഭവിച്ചവരാണ്, അവർ ഈ ത്യാഗം അനുഭവിച്ചവരാണ്. സുഖലോലുപരായി കഴിഞ്ഞുകൂടിയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും നമ്മുടെ മുന്നിലില്ല. എല്ലാവരും ത്യാഗം, എല്ലാവരും വേദനകൾ, എല്ലാവരും പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെടാപ്പാട് പെടുത്തിയവരാണ് ഈ ഇസ്രായേലി സന്തതികൾ. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഈ നരനായാട്ടൊന്നും ഇതൊന്നും വലിയൊരു വിഷയമല്ല. ഇതല്ല, ഇതിനപ്പുറത്ത് സംഭവിക്കും. അത് ഖിയാമത്തിന്റെ മുന്നിൽ, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഇതെല്ലാം സംഭവിച്ചേ മതിയാവൂ. ലോകം അത് കണ്ടേ മതിയാവൂ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, തർത്തീബാണ്. ഇനി അഹങ്കാരങ്ങൾ കൂടുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകും, പേടിക്കണ്ട. വളുരിബത അലൈഹിമു ദില്ലതു വൽ മസ്കനതു ഫബാഉ ബിഗളബിൻ മിനല്ലാഹ് ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹ് വയഖ്തുലൂന അൻ-നബിയ്യീന ബിഗൈരി ഹഖ് ബിഗൈരിൽ ഹഖ് ദാലിക ബിമാ അസവ വകാനൂ യഅ്തദൂൻ. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെയൊക്കെ കൊന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും അവരുടെ കോട്ടകൊത്തളങ്ങളിലും അവരുടെ ഗോത്രങ്ങളിലും അവരുടെ വീടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളെയും അല്ലാഹു വിപത്തുകളെയും ആപത്തുകളെയും ഇടങ്ങേറുകളെയും നിന്ദ്യതകളെയും നിസാരതകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗതികെട്ടിട്ട് ഈ ഇസ്രായേലി ജനതയോട് പറഞ്ഞു, വൈദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഖു വസാഖല്ലാഹു ഖുലൂബഹും. ഇസ്രായേലി സന്തതികളെ, ഞാനൊരു പ്രവാചകനാണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇത്ര വേദനിപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്ര വേദനിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചാൽ, അത്രയ്ക്കും ഒരു പ്രവാചകനെ വേദനിപ്പിച്ചവരാണ്.
അത്രയ്ക്കും ഒരു പ്രവാചകനെ പീഡിപ്പിച്ചവരാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ, അവരുടെ സ്വഭാവം? അതിന്റെ പാരമ്പര്യമുള്ളവരാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് പ്രവാചകന്മാരില്ല. പക്ഷേ ആ പ്രവാചകന്മാരുടെ അനുയായികളായ സാധുക്കളായ മക്കളെ കൊന്നെടുക്കലും വേദനിപ്പിക്കലുമാണ് അവരുടെ രസം. അതിലൂടെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. ഇത് ഉണ്ടാകും, ഇത് സംഭവിക്കുമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും, ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ മോചിപ്പിക്കപ്പെടുന്നതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി മൈമൂന റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, അഫ്തിനാ അൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ഫത്വത, ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ ഒരു വിളക്ക് കത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ലല്ലോ നബിയെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, അഫ്തിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചതാ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ആ ഫലസ്തീൻ അടങ്ങുന്ന, ആ ഇസ്രായേൽ അടങ്ങുന്ന, ഗസ അടങ്ങുന്ന ആ നാടിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അർളുൽ മഹ്ശർ വൽ മൻശർ, നാളെ മഹ്ശറിന്റെ മണ്ണാണത്. നാളെ നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണ്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകണം, അവിടെ പോയി നമസ്കരിക്കണം. അവിടെ ഒരാൾ നമസ്കരിച്ചാൽ 1000 നമസ്കാരത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. ഉടനെ ബഹുമാനപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നല്ല അന്നുമുണ്ട് ഈ പ്രശ്നങ്ങൾ, അന്നുമുള്ളത് കൊണ്ടാണല്ലോ അന്ന് നബി തങ്ങൾക്ക് അത് പോയാലും മോചിപ്പിക്കാനും പറ്റാതെ പോയത്. അന്നും ആ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ നമുക്ക് പറയേണ്ടതുണ്ടോ? അപ്പോ ഞങ്ങൾക്ക് അവിടെ പോയി നമസ്കരിക്കണമെന്നൊരാഗ്രഹമുണ്ടല്ലോ നബിയെ, അതിന് സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യണം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമല്ലം യുതിഖ് അലാ മൻ ഇഹ്തമല യഹ്തമിലു അലൈഹി, അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ഫൽയുഹ്ദിഹാ സുർജൻ, നിങ്ങൾ ഒരു വിളക്ക് അവിടെ വാങ്ങിക്കൊട്, ഔ സൈതൻ, അല്ലെങ്കിൽ ആ വിളക്കിൽ ഒഴിക്കാൻ എണ്ണ വാങ്ങിക്കൊട്. ആരെങ്കിലും ഫമൻ അഹ്ദാലഹു കാന കമൻ സ്വല്ലാ ഫീഹി, ആരെങ്കിലും ആ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി ഒരു വിളക്ക് കത്തിച്ചു കൊടുത്താൽ, ഒരു വിളക്ക് വാങ്ങിക്കൊടുത്താൽ, അവിടേക്ക് നിങ്ങൾ വിളക്കിൽ കത്തിക്കാനുള്ള എണ്ണ വാങ്ങിക്കൊടുത്താൽ, നിങ്ങൾ അവിടെ പോയില്ല എങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ആ ബൈത്തുൽ മുഖദ്ദസിൽ നിങ്ങൾ നമസ്കരിച്ചവരായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നമുക്ക് വെട്ടവും വെളിച്ചവും ഒന്നുമില്ലാത്ത ആ ഫലസ്തീന്റെ മക്കളെ സഹായിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ട സന്തോഷം പകർന്നു കൊടുക്കുക എന്നുള്ളത്, ആ ബൈത്തുൽ മുഖദ്ദസിൽ നമുക്ക് നമസ്കരിച്ചതിന്റെ പ്രതിഫലം ഈ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഫലസ്തീനു വേണ്ടി കൊടുക്കുന്ന 1 രൂപ ഒന്നും നമുക്ക് നഷ്ടപ്പെടൂല. അത് നമുക്ക് നാളെ ആഖിറത്തിൽ കൂലിയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചതിന്റെ കൂലിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ വിഷമിക്കണ്ട, ഒരു കാലഘട്ടം വരും കേട്ടോ, ലാ തഖൂമുസ്സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ, ഒരു കാലം വരും അന്ന് മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്. ഹത്താ യഖ്തബി അൽ യഹൂദ് മിൻ വറാഇൽ ഹജരി അവി ഷജർ, മുസ്ലിമീങ്ങളുടെ പരാക്രമണം പേടിച്ചിട്ട് ജൂതന്മാര് വൃക്ഷങ്ങളുടെയും വടവൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും കരിങ്കല്ലുകളുടെയും ഇടയിൽ അവർ പോയി ഒളിച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് ആ കല്ല് സംസാരിക്കും, യാ മുസ്ലിം യാ അബ്ദല്ലാഹ് തആൽ വറായി യഹൂദി ഉഖ്തുൽഹു, ഏ മുസ്ലിമേ ഇങ്ങോട്ട് വാ, എന്റെ പിറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ, കൊല്ലവനെ. അങ്ങനെ ആ മുസ്ലിം ഓടി വന്ന് ആ കല്ലിന്റെ പിന്നാലെ ഒളിച്ചിരിക്കുന്ന ജൂതനെ കൊന്നുകളയും അത്രേ. അപ്പോൾ ഒരു വൃക്ഷം വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് യാ മുസ്ലിം തആൽ വറായി യഹൂദി ഉഖ്തുൽഹു, ആ വൃക്ഷം വിളിച്ചു പറയും, വരൂ സഹോദര, വരൂ മുസ്ലിമേ, എന്റെ പിറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, കൊല്ലവനെ, അവനെ കൊല്ലുമത്രേ. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന ഓർക്കിഡ് ചെടിയുടെ പിന്നാലെ ഒളിച്ചിരിക്കുന്നവരെ ഒഴികെ. ഓർക്കിഡ് ചെടി ജൂതന്മാരുടെ ചെടിയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ അതിനെ വിലക്കിയത്.